ഏലീശോയുടെ സ്വന്തം പുരയിടത്തിൽ മുളകൊണ്ട് നിർമ്മിച്ച ചെറിയ ഒരു വീട്ടിൽ നിന്നാണ് ഈ ദിവ്യ സന്യാസ സഭയുടെ ആദ്യ പ്രവർത്തനം ആരംഭിച്ചത്. സ്ത്രീകൾക്കായുള്ള കർമ്മലീത്ത നിഷ്പാതുക 3-ാം സഭ ഇന്ത്യയിലെ ആദ്യത്തെ കർമ്മലീത്ത സന്യാസിനി സഭയായി. 1268 ജനുവരി 2-ന് വിശുദ്ധ അന്നയുടെ നാമധേയത്തിൽ പെൺകുട്ടികൾക്കായി ബോർഡിംഗ് ഭവനം ആരംഭിച്ചു. പെൺകുട്ടികളെയും അനാഥരും വിധവകളുമായ സ്ത്രീകളെയും സംരക്ഷിച്ച് അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം നൽകി. ഭാഷ, ഗണിതം, കൊന്തകെട്ട്, മെഴുകുതിരി നിർമ്മാണം, പ്രാർത്ഥന എന്നിവ അവരെ പഠിപ്പിച്ചു. ജീവിതം മുഴുവൻ ദൈവസമർപ്പണത്തിലും സേവനത്തിലും കരുണയിലും മുഴുകി ഏലീശോ ജീവിച്ചു.